പ്രിയ സുഹൃത്തുക്കളെ, അറ്റോമിക് ഹാബിറ്റ്സിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ അധ്യായമാണ് ഞാൻ ഈ വീഡിയോയിൽ വായിക്കുന്നത്. ഇതിന് മുമ്പേയുള്ള അധ്യായങ്ങളെല്ലാം നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കാൻ താല്പര്യമുള്ളവർ, കേൾക്കാത്തവർ എല്ലാ അധ്യായങ്ങളും കേട്ട് അഭിപ്രായം പറയൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ. ഭൂരിഭാഗം പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വാച്ച് ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. നമുക്ക് തുടങ്ങാം. അധ്യായം 20. നല്ല ശീലങ്ങൾ നിർമ്മിക്കുന്നതിലെ പ്രശ്നം. ശീലങ്ങളാണ് ഒരാളെ വൈദഗ്ധ്യത്തിൽ എത്തിക്കുന്നത്. ചെസ്സിൽ ചില നീക്കങ്ങൾ സ്വാഭാവികമായി ചെയ്യുന്ന അവസ്ഥ എത്തിക്കഴിഞ്ഞാലേ ഒരാൾക്ക് തൻ്റെ അടുത്ത നീക്കം ആസൂത്രണം ചെയ്യാൻ കഴിയൂ. ഓരോ അറിവും ഓർമ്മയെ കൂടുതൽ മികച്ച ചിന്തയിലേക്ക് എത്തിക്കുന്നു. ഏത് ജോലിയിലും ഇത് ശരിയാണ്. ചിന്തിക്കുക പോലും ചെയ്യാതെ ലളിതമായ നീക്കങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴാണ് കൂടുതൽ സങ്കീർണമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയുക. അങ്ങനെ നോക്കുമ്പോൾ വൈദഗ്ധ്യത്തിൻ്റെ നട്ടെല്ല് ശീലങ്ങളാണ്. എന്നാൽ ശീലങ്ങൾക്ക് ഒരു വില കൊടുക്കേണ്ടി വരും. ആദ്യമൊക്കെ ഓരോ തവണ ശീലം ആവർത്തിക്കുമ്പോഴും തെളിച്ചവും വേഗവും കഴിവും കൂടും. എന്നാൽ ശീലം യാന്ത്രികമാകുമ്പോൾ നിങ്ങൾ പിന്നെ ഇതൊന്നും കണക്കിലെടുക്കില്ല. നിങ്ങളൊന്നും ചിന്തിക്കാതെയുള്ള ആവർത്തനം തുടങ്ങും. ചില തെറ്റുകൾ നിങ്ങൾ കണ്ടില്ലെന്ന് വെക്കും. ഒന്നും നോക്കാതെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തെറ്റാതെ ചെയ്യാൻ കഴിയുമ്പോൾ എങ്ങനെ ഇനിയും നന്നാക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കാതെയാകും. ശീലങ്ങളുടെ ഒരു ഗുണം നിങ്ങൾക്ക് ചിന്തിക്കാതെ ചെയ്യാമെന്നാകുമ്പോൾ തന്നെ അതിലെ ഒരു പ്രശ്നം ചെറിയ തെറ്റുകൾ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുമെന്നതാണ്. നിങ്ങൾക്ക് പരിചയം ലഭിക്കുന്നത് കൊണ്ട് നിങ്ങൾ നന്നാകുന്നു എന്ന് ധരിക്കും. സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങളെ മെച്ചപ്പെടുത്തുകയല്ല, ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ജോലി ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കാലക്രമത്തിൽ നിങ്ങളുടെ കഴിവ് കുറയാൻ സാധ്യതയുണ്ടെന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും ഈ നേരിയ വ്യതിയാനം വലിയ പ്രശ്നമാകാറില്ല. പല്ലു തേക്കുന്നതോ ഷൂ ലേസ് കെട്ടുന്നതോ രാവിലെ ചായ ഉണ്ടാക്കുന്നതോ ഒക്കെ അങ്ങനെ കാലക്രമത്തിൽ നന്നായില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. മോശമല്ലെങ്കിൽ അത് മതിയാകും. ഇത്തരം ചെറിയ കാര്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ എത്ര കുറച്ചു സമയം ചെലവിടുന്നോ അത്രയും കൂടുതൽ നേരം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ചെലവിടാൻ കഴിയും. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ നന്നാക്കി ഉയർന്ന നിലവാരമുള്ള ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്പം കൂടി വ്യത്യസ്തമായി കാര്യങ്ങളെ സമീപിക്കേണ്ട കാര്യമുണ്ട്. ഒരേ കാര്യങ്ങൾ അന്ധമായി ആവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് മികച്ചയാൾ ആകാൻ കഴിയില്ല. ശീലങ്ങൾ പ്രധാനമാണ്, എന്നാൽ ശീലം കൊണ്ട് മാത്രം വൈദഗ്ധ്യം ഉണ്ടാകില്ല. നിങ്ങൾക്ക് വേണ്ടത് യാന്ത്രികമായ ശീലങ്ങളും കർശനമായ പരിശീലനവും കൂടിച്ചേർന്ന ഒരു രീതിയാണ്. ശീലങ്ങൾ പ്ലസ് കർശനമായ പരിശീലനം ഈക്വൽ ടു വൈദഗ്ധ്യം. മികച്ചതാകണമെങ്കിൽ ചില കഴിവുകൾ യാന്ത്രികമാകുന്നത് പ്രധാനമാണ്. തങ്ങൾക്ക് വഴക്കമില്ലാത്ത കൈ ഉപയോഗിച്ച് കുളിക്കും മുമ്പ് ബാസ്കറ്റ്ബോൾ കളിക്കാർ ചിന്തിക്കാതെ ട്രിബിൾ ചെയ്യുന്ന അവസ്ഥയിൽ എത്തേണ്ടത് പ്രധാനമാണ്. ആദ്യത്തെ ഇൻസിഷൻ സർജന്മാർ പലയാവർത്തി പരിശീലിക്കും, കാരണം അത് അവർക്ക് കണ്ണടച്ചും ചെയ്യാൻ കഴിയണം. സർജറിയുടെ ഇടയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള നൂറുകണക്കിന് മറ്റു പ്രശ്നങ്ങൾ അവർക്ക് പരിഹരിക്കാനുള്ളതാണ്. എന്നാൽ ഒരു ശീലത്തിൽ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ശ്രമകരമായ ജോലി കണ്ടെത്തി പുതിയ ശീലങ്ങൾ നിർമ്മിക്കേണ്ടത് പ്രധാനമാണ്. വിജയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പരിശീലനത്തിലൂടെ മികച്ചതാക്കിയ ശേഷം ആ ശീലത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ പുതിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നതാണ് വൈദഗ്ധ്യം. പഴയ ജോലികൾ കാലക്രമത്തിൽ എളുപ്പമാകുമെങ്കിലും നിങ്ങൾ അടുത്ത പ്രതിബന്ധത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജോലി എളുപ്പമാകില്ല. ഓരോ ശീലവും മികവിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. ഇത് അവസാനമില്ലാത്ത ഒരു പ്രക്രിയയാണ്. ശീലങ്ങൾ ശക്തമാണെങ്കിലും ഓരോ തവണയും നിങ്ങളുടെ പ്രകടനത്തെപ്പറ്റി കൃത്യമായ ധാരണയുണ്ടാകൽ പ്രധാനമാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് സ്വയം തിരുത്താനും മികച്ചതാക്കാനും കഴിയുക. ഈ സമയത്താണ് നിങ്ങൾക്ക് ഒരു ജോലിയിൽ വൈദഗ്ധ്യം നേടിയതായി തോന്നുക. നിങ്ങൾ യാന്ത്രികമായി കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ മടുപ്പിലേക്ക് വീണു പോകാൻ പാടില്ല. അതിന് എന്താണ് ചെയ്യുക? നിങ്ങളുടെ പുരോഗതി അളക്കാൻ കഴിയുന്ന ഒരു സമ്പ്രദായം വേണം.
നിങ്ങളുടെ ശീലങ്ങൾ നിരീക്ഷിച്ച് മാറ്റങ്ങൾ വരുത്തുന്നത് എങ്ങനെ? 1986 ലോസ് ആഞ്ചൽസ് ലേക്കേഴ്സ് വളരെ മികച്ച ഒരു ബാസ്കറ്റ്ബോൾ ടീമായിരുന്നെങ്കിലും അവർ അങ്ങനെയല്ല ഓർമ്മിക്കപ്പെടുന്നത്. 1985-86 NBA സീസൺ അവർ തുടങ്ങിയത് 29-5 എന്ന മികച്ച റെക്കോർഡുമായാണ്. ബാസ്കറ്റ്ബോളിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ടീമാണ് ഞങ്ങളെന്നാണ് വിദഗ്ധർ പറയുന്നത്. സീസൺ കഴിഞ്ഞപ്പോൾ പരിശീലന തലവൻ പാറ്റ് റൈലി പറഞ്ഞു. എന്നാൽ ആശ്ചര്യകരമായ കാര്യം 1986 വെസ്റ്റേൺ കോൺഫറൻസ് ചാമ്പ്യൻഷിപ്പിൽ അവർ പരാജയപ്പെട്ടു എന്നതാണ്. അതിനുശേഷം തനിക്ക് ലഭിച്ച കളിക്കാരെ പറ്റിയും അവരുടെ കഴിവിനെ പറ്റിയും അവരുടെ ടീമിനുണ്ടായിരുന്ന സാധ്യതകളെ പറ്റിയുമാണ് റൈലി നിരന്തരം കേട്ടുകൊണ്ടിരുന്നത്. മികച്ച പ്രകടനം ഇങ്ങനെ മാഞ്ഞു പോകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല. ഓരോ രാത്രിയും ലേക്കേഴ്സ് അവരുടെ കഴിവിൻ്റെ പരമാവധി കളിക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. 1986 വേനലിൽ അദ്ദേഹം കരിയർ ബെസ്റ്റ് എഫേർട്ട് പ്രോഗ്രാം എന്നൊരു പദ്ധതി തുടങ്ങി. കളിക്കാർ ആദ്യം ലേക്കേഴ്സിൽ എത്തുമ്പോൾ അവരുടെ ഹൈസ്കൂൾ മുതലുള്ള ബാസ്കറ്റ്ബോൾ കണക്കുകൾ ഞങ്ങൾ പരിശോധിക്കും. ഒരു കളിക്കാരന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഒരു കണക്ക് എടുക്കുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ടീമിലെ പദ്ധതിയിലേക്ക് അവരെ കൂട്ടുമ്പോൾ അവർ തങ്ങളുടെ ശരാശരിയേക്കാൾ നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഒരു കളിക്കാരൻ്റെ ബേസ് ലൈൻ പ്രകടനം കണ്ടെത്തിയ ശേഷം റൈലി ഒരു പടി കൂടി ചേർത്തു. ഓരോ കളിക്കാരനോടും സീസൺ കഴിയുമ്പോൾ തങ്ങളുടെ പ്രകടനം 1% ഉയർത്താൻ ആവശ്യപ്പെട്ടു. അവർ അതിൽ വിജയിച്ചാൽ അതൊരു കരിയർ ബെസ്റ്റ് എഫേർട്ടായി കണക്കാക്കും. 1-ാം അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീമിനെ പോലെ ലേക്കേഴ്സും ഓരോ ദിവസവും തങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്താനാണ് ശ്രമിച്ചത്. പോയിന്റും കണക്കും മാത്രമല്ല, ഏറ്റവും മികച്ച മാനസിക, ശാരീരിക, ആത്മീയ പ്രകടനമാണ് അവർ ശ്രദ്ധിച്ചത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കുമ്പോൾ പോലും അവർ അത് കണക്കിലെടുത്തു. ഉദാഹരണത്തിന്, അന്നത്തെ പ്രമുഖ കളിക്കാരനായ മാജിക് ജോൺസൺ ഒരു കളിയിൽ 11 പോയിന്റുകളും 8 റീബൗണ്ടും 12 അസിസ്റ്റും 2 സ്റ്റീലും 5 ടേൺ ഓവറുകളും നേടി. ഒരു ലൂസ് ബോളിന് പിറകെ പോയി 1 പോയിന്റും നേടി. പോസിറ്റീവ് നമ്പറുകൾ എല്ലാം കൂട്ടിയാൽ 34 ലഭിക്കും. പിന്നീട് അതിൽ നിന്ന് 5 ടേൺ ഓവർ കുറച്ചാൽ 29 കിട്ടും. ഇതിനെ പിന്നെ കളിച്ച് 33 മിനിറ്റ് കൊണ്ട് ഹരിക്കുക. മാജിക്കിൻ്റെ CBE നമ്പർ 879 ആയിരിക്കും. ഈ ശരാശരി CBE ആണ് 1% ഉയർത്താൻ പരിശീലകൻ ആവശ്യപ്പെട്ടത്. ഓരോരുത്തരുടെയും CBE പിന്നീട് അവരുടെ തന്നെ മുൻ പ്രകടനത്തോടും ടീമിലെ മറ്റുള്ളവരുടെ പ്രകടനത്തോടും ചേർത്ത് വെച്ചു. സ്പോർട്സ് എഴുത്തുകാരൻ ജാക്കി മാക്മില്ലൻ പറയുന്നത്, അന്ന് റൈലി ഓരോ ആഴ്ചയും മികച്ച കളിക്കാരുടെ പേര് എഴുതി വെക്കുമായിരുന്നു എന്നും മറ്റുള്ളവരുടെ പ്രകടനത്തോട് ഓരോ കളിക്കാരനെയും താരതമ്യം ചെയ്ത് പഠിക്കുമായിരുന്നു എന്നുമാണ്. നന്നായി കളിക്കുന്നവർ ശരാശരി 600-നടുത്ത് സ്കോർ നേടിയപ്പോൾ മികച്ച കളിക്കാർ 800-നടുത്താണ് സ്കോർ ചെയ്തത്. 138 ട്രിപ്പിൾ ഡബിളുകൾ കളിച്ച മാജിക് ജോൺസന്റെ സ്കോർ 1000-ന് മേലെയായിരുന്നു. CBE കണക്കുകൾ താരതമ്യം ചെയ്ത് ലേക്കേഴ്സ് വർഷാവർഷ പുരോഗതി കണക്കാക്കി. 1986 നവംബറിലെ കണക്കും 1985 കണക്കും എടുത്ത് വെച്ച് കളിക്കാർ സ്വയം തങ്ങളുടെ പ്രകടനം വിലയിരുത്തി. ഒക്ടോബർ 1986 ലേക്കേഴ്സ് CBE കണക്കാക്കൽ തുടങ്ങിയത്. 8 മാസം കഴിഞ്ഞപ്പോൾ അവർ NBA ചാമ്പ്യന്മാരായി. അടുത്ത വർഷം കഴിഞ്ഞപ്പോൾ തുടർച്ചയായി 2 വർഷം ചാമ്പ്യൻഷിപ്പ് നേടിയ ടീമായി അവർ മാറി. പിന്നീട് റൈലി പറഞ്ഞു, ഒരു പരിശ്രമം നിലനിർത്തുകയാണ് ഏറ്റവും ശ്രമകരം. ഒരു ജോലി ശരിയായി ചെയ്യാൻ പഠിക്കുകയും ഓരോ തവണയും അത് കൃത്യമായി ചെയ്യുകയുമാണ് വേണ്ടത്. ചിന്തയുടെയും വിലയിരുത്തലിൻ്റെയും ഗുണം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണമാണിത്. ലേക്കേഴ്സ് നല്ല കഴിവുള്ള ടീമായിരുന്നു. CBEയിലൂടെ അവർക്ക് തങ്ങളുടെ ശീലങ്ങൾ കാലക്രമത്തിൽ പുരോഗമിക്കുന്നുവെന്ന്
വരുത്താൻ കഴിഞ്ഞു. ഇടയ്ക്കിടെ ചിന്തിച്ച് പുരോഗതി അളക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാവുകയും എങ്ങനെ മാറ്റം വരുത്തണമെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. ഈ ചിന്തയും വിലയിരുത്തലും ഇല്ലെങ്കിൽ നാം ഒഴിവുകഴിവുകൾ പറഞ്ഞ് നമ്മെ തന്നെ പറ്റിക്കാൻ ശ്രമിക്കും. നാം ഇന്നലത്തേക്കാൾ നന്നായാണോ മോശമായാണോ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല. പല മേഖലകളിൽ മികവ് തെളിയിച്ചവർ ഇത്തരത്തിൽ വിലയിരുത്തൽ നടത്താറുണ്ട്. ഇത് സങ്കീർണമാകേണ്ട കാര്യമില്ല. കെനിയൻ മാരത്തോൺ ഓട്ടക്കാരനായ എലിയുദ് കിപ്ചോഗെ ഒരു ഒളിമ്പിക് സ്വർണ്ണ ജേതാവാണ്. അദ്ദേഹം ഇപ്പോൾ ഓരോ പരിശീലനത്തിന് ശേഷവും നോട്ടുകൾ സൂക്ഷിക്കുകയും എങ്ങനെയൊക്കെ കൂടുതൽ മെച്ചപ്പെടാം എന്ന് പഠിക്കുകയും ചെയ്യുന്നു. അതേപോലെ ഗോൾഡ് മെഡൽ ജേതാവായ നീന്തൽ താരം കെയ്റ്റി ലെഡക്കി എന്നും തൻ്റെ ആരോഗ്യനിലയും കഴിക്കുന്ന ഭക്ഷണവും ഉറക്കവും എഴുതി വയ്ക്കുന്നു. അതോടൊപ്പം മറ്റു താരങ്ങളുടെ സമയവും അവർ നിരീക്ഷിക്കുന്നു. ഓരോ ആഴ്ചയും കോച്ച് അവർക്ക് കൂടുതൽ ഉപദേശങ്ങൾ നൽകുന്നു. ഇത് അത്ലറ്റുകൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല. കോമഡി താരം ക്രിസ് റോക്ക് പുതിയ ഷോ ആസൂത്രണം ചെയ്യുമ്പോൾ ചെറിയ നൈറ്റ് ക്ലബ്ബുകളിൽ പലതവണ പോയി നൂറുകണക്കിന് തമാശകൾ പരീക്ഷിച്ചു നോക്കും. വേദിയിൽ ഒരു നോട്ട് പാഡ് കൊണ്ടുവന്ന് എന്തൊക്കെ നന്നായി എന്നും എവിടെയൊക്കെ പുരോഗതി വേണമെന്നും എഴുതി വയ്ക്കും. നന്നായി വന്ന ചില വരികളാകും ഷോയിലേക്ക് എത്തുക. നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന ചിന്താഗതികൾ എങ്ങനെ മാറ്റാം? തുടക്കത്തിൽ ഒരു ശീലം തുടരുന്നത് തന്നെ നിങ്ങളുടെ വ്യക്തിത്വത്തെ പുതുക്കാൻ സഹായകമാകും. എന്നാൽ ആ പുതിയ വ്യക്തിത്വത്തിൽ എത്തിച്ചേർന്ന് അതേ ശീലങ്ങൾ തുടർന്നാൽ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകില്ല. ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിലെ അഹംബോധം നിങ്ങളുടെ പരിമിതികൾ മറച്ചുവെച്ചുകൊണ്ട് ശരിയായ വളർച്ചയ്ക്ക് തടസ്സമായി മാറാം. ഇതാണ് ഒരു ശീലം നിർമ്മിക്കുന്നതിലെ പ്രശ്നം. ഒരു ആശയം നമുക്ക് എത്രത്തോളം പവിത്രമാകുന്നോ അത്രത്തോളം അത് നമ്മുടെ വ്യക്തിത്വത്തോട് ചേരുന്നു. അതിനെ നാം എന്തു വില കൊടുത്തും സംരക്ഷിക്കാൻ നോക്കും. ഇത് എല്ലാ തൊഴിൽ മേഖലകളിലും കാണാം. പുതിയ പഠന രീതികൾ മനസ്സിലാക്കാതെ ചില അധ്യാപകർ തങ്ങളുടെ പഴയ രീതികളിൽ തുടരാറുണ്ട്. സ്വന്തം രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതുന്ന ആളുകളുണ്ട്. ഇളയ സഹപ്രവർത്തകരുടെ ഉപദേശം മാറ്റിവെക്കുന്ന സർജന്മാരുണ്ട്. ആദ്യത്തെ ആൽബം മികച്ചതായ ശേഷം പിന്നീടൊന്നും ചെയ്യാനാകാത്ത ബാൻഡുകളുണ്ട്. ഒരു വ്യക്തിത്വത്തിൽ നാം കടിച്ചു തൂങ്ങി കിടക്കുമ്പോൾ അതിനു വെളിയിലേക്ക് വളരാനുള്ള സാധ്യതകൾ ചുരുങ്ങുന്നു. നിങ്ങളുടെ വ്യക്തിത്വത്തിലെ ഒരു ഘടകത്തെ മാത്രം പ്രധാനമാക്കി വയ്ക്കാതെ ഇരിക്കുക. ഇൻവെസ്റ്റർ പോൾ ഗ്രഹാം പറയുന്നത് പോലെ നിങ്ങളുടെ വ്യക്തിത്വത്തെ ചുരുക്കി വയ്ക്കുക. ഒരൊറ്റ വിശ്വാസത്തിൽ ഊന്നി പ്രവർത്തിച്ചാൽ ജീവിതം വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാതെ പോകും. നിങ്ങൾ ഒരു സസ്യബുക്ക് ആണെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഭക്ഷണം മാറ്റേണ്ടി വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വത്ത് പ്രതിസന്ധി ഉണ്ടാകും. നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ മുറുകെ പിടിക്കും തോറും നിങ്ങൾ തകരാനുള്ള സാധ്യത കൂടുതലാണ്. ആ വ്യക്തിത്വം നഷ്ടമായാൽ നിങ്ങൾക്ക് എല്ലാം നഷ്ടമാകുന്ന അവസ്ഥ വരും. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പ്രധാന വ്യക്തിത്വം അത്ലറ്റ് എന്നതായിരുന്നു. എൻ്റെ ബേസ്ബോൾ കരിയർ അവസാനിച്ചപ്പോൾ സ്വയം കണ്ടെത്താൻ ഞാൻ ഏറെ പരിശ്രമിച്ചു. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒരു തരത്തിൽ സ്വയം വിലയിരുത്തി പെട്ടെന്ന് അതില്ലാതെയായാൽ പിന്നെ നിങ്ങൾ ആരാണ്? പട്ടാളത്തിൽ നിന്ന് തിരികെ വരുന്നവർ, മുൻ സംരംഭകർ എന്നിവർക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമാണിത്. നിങ്ങൾ ഒരു മികച്ച പട്ടാളക്കാരൻ ആണെന്നാണെങ്കിൽ ആ ജീവിതം കഴിയുമ്പോൾ എന്തുണ്ടാകും? പല മുൻ സംരംഭകർക്കും താൻ CEO ആണ് എന്നത് വലിയൊരു കാര്യമാണ്. ജീവിതകാലം മുഴുവൻ ഒരു കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ച ശേഷം പെട്ടെന്ന് അത് ഇല്ലാതായാൽ ഇത്തരം വ്യക്തിത്വ നഷ്ടങ്ങൾ ഒഴിവാക്കാനായി നിങ്ങളുടെ വ്യക്തിത്വത്തിലെ മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കുക എന്നത് പ്രധാനമാണ്. അപ്പോൾ നിങ്ങളുടെ ജോലി മാറിയാലും നിങ്ങളുടെ സ്വത്വം മാറുന്നില്ല. ഞാനൊരു അത്ലറ്റാണ് എന്നതിനെ ശാരീരിക വെല്ലുവിളികൾ ഇഷ്ടപ്പെടുന്ന മാനസികമായി ശക്തിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് മാറ്റി ചിന്തിക്കുക. ഞാനൊരു മികച്ച പടയാളിയാണ് എന്നതിന് പകരം ഞാൻ അച്ചടക്കവും ഉത്തരവാദിത്വവുമുള്ള ഒരു ടീമിൽ നന്നായി പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് ചിന്തിക്കുക. ഞാൻ ഒരു CEO ആണ് എന്നതിന് പകരം ഞാൻ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം സൃഷ്ടിക്കുന്ന ആളാണ് എന്ന് ഓർക്കുക. ശ്രദ്ധയോടെ തിരഞ്ഞെടുത്താൽ ഒരു വ്യക്തിത്വത്തിന് പല ഭാവങ്ങൾ ഉണ്ടാകും.
അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒന്നാകണമെന്നില്ല. ഒരു പ്രതിബന്ധത്തിന് ചുറ്റും വെള്ളം ഒഴുകുന്നത് പോലെ ഈ മാറുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ നിങ്ങളുടെ വ്യക്തിത്വത്തിന് കഴിയും. താവോ ദേ ചിങ്ങിൻ്റെ ഈ വാചകം പ്രസക്തമാണ്. ആളുകൾ ജനിക്കുമ്പോൾ മൃദുവാണ്, മരണത്തിൽ അവർ ഉറച്ച് പലക പോലെയാകുന്നു. ചെടികൾ തളിരായി വളരുന്നു, മരിച്ചാൽ അവ പൊടിഞ്ഞും ഉണങ്ങിയും പോകുന്നു. വളയാതെ സാഹചര്യത്തിനനുസരിച്ച് മാറാത്തവർ അവർ മരണത്തെ ഉപാസിക്കുന്നു. വളയാനും മയപ്പെടാനും തയ്യാറാകുന്നവർ അവർ ജീവിതത്തെയും. ഉണങ്ങി കട്ടി കൂടിയവർ ഒടിക്കപ്പെടും, മൃദുവായ പൊരുത്തപ്പെടുന്നവ വളരും. ലാവോത്സു. ശീലങ്ങൾക്ക് പല ഗുണങ്ങളുണ്ട്. എന്നാൽ ഒരു പ്രശ്നം അവ നമ്മെ പഴയ തരം ചിന്താഗതികളും പ്രവർത്തന പദങ്ങളിലും പൂട്ടിയിടും എന്നതാണ്. ലോകം നമുക്ക് ചുറ്റും മാറുന്നത് നാം അറിയുന്നില്ല. എല്ലാം മാറുന്നു. അതുകൊണ്ട് തന്നെ പഴയ ശീലങ്ങൾ പ്രയോജനം ചെയ്യുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് പ്രധാനമാണ്. അവനവനെ പറ്റി ധാരണയില്ലാതെ ഇരിക്കൽ വിഷം പോലെയാണ്. അതിന് മരുന്ന് വിലയിരുത്തലും ചിന്തയുമാണ്. അധ്യായ സംഗ്രഹം. ശീലങ്ങളുടെ ഒരു ഗുണം പ്രത്യേകിച്ച് ചിന്ത കൂടാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നതാണ്. എന്നാൽ ഇതിനിടെ ചെറിയ തെറ്റുകൾ നാം കാണാതെ പോകുന്നു എന്നതാണ് ഒരു പ്രശ്നം. ശീലങ്ങൾ പ്ലസ് കർശനമായ പരിശീലനം ഈക്വൽ ടു വൈദഗ്ധ്യം. നിങ്ങളുടെ പ്രകടനം കാലക്രമത്തിൽ എങ്ങനെ പുരോഗമിക്കുന്നു എന്നറിയാൻ വിലയിരുത്തലും ചിന്തയും സഹായകമാണ്. നാം ഒരു വ്യക്തിത്വത്തെ മുറുകെ പിടിക്കും തോറും അതിൽ നിന്ന് വളരാൻ ബുദ്ധിമുട്ടായി മാറും. ഉപസംഹാരം. ദീർഘകാലം നിലനിൽക്കുന്ന ഫലങ്ങളുടെ രഹസ്യം. സോറിറ്റേസ് പാരഡോക്സ് എന്ന ഒരു പുരാതന ഗ്രീക്ക് കഥയുണ്ട്. അതിലൊരു ചെറിയ പ്രവൃത്തി പലയാവർത്തി ചെയ്യുന്നതിനെ പറ്റി പറയുന്നു. അതിലെ ഒരു ഉദാഹരണം ഇങ്ങനെയാണ്. ഒരു നാണയം ഒരു വ്യക്തിയെ ധനികനാക്കുമോ? നിങ്ങൾ ഒരാൾക്ക് ഒരു കുന്നു 10 പൈസ കൊടുത്താൽ അയാൾ ധനികനാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ അതിനോട് കൂടുതൽ പണം ചേർത്താലോ ഏതെങ്കിലും ഒരു സമയത്ത് അയാൾ ധനികനാണ് എന്ന് പറയേണ്ടി വരും. അറ്റോമിക് ശീലങ്ങളും ഇതേപോലെയാണ്. ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുമോ? സാധിച്ചെന്നു വരില്ല. എന്നാൽ അതിനു മേലെ കൂടുതൽ മാറ്റങ്ങൾ വന്നാലോ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതം ആ ചെറിയ മാറ്റം കൊണ്ട് മാറിയെന്ന് പറയേണ്ടി വരും. സ്വഭാവ പരിണാമത്തിൻ്റെ ഏറ്റവും പ്രധാന മാർഗം 1% പുരോഗതിയല്ല, മറിച്ച് ആയിരക്കണക്കിന് 1% പുരോഗതികളാണ്. ഒരുപാട് അറ്റോമിക് ശീലങ്ങൾ ഒന്നിച്ച് ഒരു പൂർണ്ണ സിസ്റ്റത്തിൻ്റെ പ്രധാന ഭാഗമായി മാറുകയാണ്. തുടക്കത്തിൽ ചെറിയ മാറ്റങ്ങൾക്ക് അർത്ഥമില്ലാത്തതുപോലെ തോന്നാം. അവ പലപ്പോഴും ഒരു വലിയ സമ്പ്രദായത്തിൻ്റെ കനത്തിന് മുന്നിൽ ഇല്ലാതാകുന്നത് പോലെ തോന്നാം. ഒരു നാണയം നിങ്ങളെ ധനികരാക്കാത്തത് പോലെ ഒരു മിനിറ്റ് ധ്യാനിക്കുകയോ ഒരു പേജ് വായിക്കുകയോ പോലെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പ്രകടമായ ഒരു മാറ്റം കൊണ്ടുവരില്ല. എന്നാൽ മെല്ലെ നിങ്ങൾ ചെറിയ മാറ്റങ്ങൾ അടുക്കി വെച്ച് തുടങ്ങുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ഓരോ പുരോഗതിയും ത്രാസിൻ്റെ പോസിറ്റീവ് തട്ടിലേക്ക് ഒരു മണൽത്തരി ചേർക്കുന്നത് പോലെയാണ്. പതിയെ ത്രാസ് നിങ്ങൾക്ക് അനുകൂലമായി താണു തുടങ്ങും. നിങ്ങളുടെ ശീലങ്ങൾ തുടർന്നാൽ പതിയെ നിങ്ങൾ വിജയം കണ്ടെത്തും. പിന്നെ പെട്ടെന്ന് നല്ല ശീലങ്ങൾ പാലിക്കുന്നത് എളുപ്പമായി മാറും. സമ്പ്രദായത്തിൻ്റെ ഭാരം നിങ്ങൾക്ക് അനുകൂലമായത് കാണാം. ഈ പുസ്തകത്തിൽ ഉടനീളം നാം പല മേഖലകളിൽ മികവ് തെളിയിച്ചവരെ പരിചയപ്പെട്ടു. ഒളിമ്പിക് ഗോൾഡ് മെഡൽ ജേതാക്കൾ, അവാർഡ് ജേതാക്കളായ കലാകാരന്മാർ, സംരംഭകർ, ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർമാർ, ഹാസ്യ നടന്മാർ എന്നിവരെല്ലാം അവരുടെ ചെറിയ ശീലങ്ങളുടെ വലിയ വിജയങ്ങൾ കണ്ടെത്തിയവരാണ്. പല സാഹചര്യങ്ങളിലാണ് നാം ഈ വ്യക്തികളെയും ടീമുകളെയും സംഘടനകളെയും കണ്ടുമുട്ടുന്നതെങ്കിലും അവരുടെ വളർച്ചയുടെ പാത ഒരേ രീതിയിലാണ്. ചെറിയ വിട്ടുവീഴ്ചയില്ലാത്ത പുരോഗതികളാണ് ഇവിടെയെല്ലാം കാണാനാവുക. എത്തിച്ചേരാനുള്ള ലക്ഷ്യമോ മുറിച്ചു കടക്കേണ്ട ഒരു വരയോ അല്ല വിജയം. അത് മികവിലേക്കുള്ള അവസാനമില്ലാത്ത യാത്രയാണ്.
ഒന്നാമത്തെ അധ്യായത്തിൽ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ ബുദ്ധിമുട്ട് തോന്നുന്നെങ്കിൽ പ്രശ്നം നിങ്ങളല്ല, നിങ്ങളുടെ സമ്പ്രദായമാണ്. മോശം ശീലങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് നിങ്ങൾക്ക് മാറ്റം ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ സമ്പ്രദായം മാറ്റത്തിന് അനുകൂലമല്ലാത്തത് കൊണ്ടാണ്. ഈ പുസ്തകത്തിൻ്റെ അവസാനമെത്തുമ്പോൾ നേർവിപരീതം സത്യമാകട്ടെ എന്ന് ഞാൻ കരുതുന്നു. സ്വഭാവ പരിണാമത്തിൻ്റെ 4 നിയമങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ പക്കൽ മികച്ച സമ്പ്രദായങ്ങളും മികച്ച ശീലങ്ങളും നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ ഇപ്പോഴുണ്ട്. ചിലപ്പോൾ ഒരു ശീലം ഓർത്തു ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നിങ്ങൾക്കത് വളരെ എളുപ്പം ശ്രദ്ധിക്കുന്ന തരത്തിൽ ആക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ശീലം തുടങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ശീലത്തെ ആകർഷകമാക്കേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ ഒരു ശീലം ഏറെ ബുദ്ധിമുട്ടുള്ളതാകുമ്പോൾ നിങ്ങൾക്കത് എളുപ്പമാക്കേണ്ടി വരും. ചിലപ്പോൾ ആ ശീലം തുടർന്ന് അതിനെ സംതൃപ്തി നൽകുന്നതാക്കേണ്ടി വരും. ഇത് തുടർച്ച ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ്. ഇവിടെ അന്ത്യമില്ല. ഒരു സ്ഥിര പരിഹാരം ഇവിടെയില്ല. നിങ്ങൾ പുരോഗതി ആഗ്രഹിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് സ്വഭാവ പരിണാമത്തിൻ്റെ 4 നിയമങ്ങളുടെ സഹായം സ്വീകരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ശീലങ്ങളെ എളുപ്പമാക്കുക, ആകർഷകമാക്കുക, സംതൃപ്തി തരുന്നതാക്കുക. തുടരെ 1% മെച്ചപ്പെടാനുള്ള അടുത്ത വഴികൾ അന്വേഷിക്കുക. നല്ല ഫലങ്ങൾ കിട്ടുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നിലനിർത്തുക എന്നതാണ്. നിങ്ങൾ നിർത്താതെ ഇരുന്നാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ ജോലി ചെയ്യുന്നത് നിർത്താതെ ഇരുന്നാൽ നിങ്ങൾക്ക് സാധിക്കുന്ന കച്ചവട വിജയങ്ങൾ എന്തായിരിക്കും? നിങ്ങൾ പരിശീലനം ചെയ്യൽ നിർത്താതെ ഇരുന്നാൽ നിങ്ങളുടെ ശരീരം എങ്ങനെയായിരിക്കും? നിങ്ങൾ പഠനം നിർത്താതെ ഇരുന്നാൽ നിങ്ങളുടെ അറിവിൻ്റെ അളവ് എന്തായിരിക്കും? നിങ്ങൾ പണം സൂക്ഷിക്കൽ നിർത്താതെ ഇരുന്നാൽ നിങ്ങളുടെ സമ്പാദ്യം എന്തായിരിക്കും? നിങ്ങൾക്ക് ആളുകളെ പറ്റിയുള്ള കരുതൽ നിർത്താതെ ഇരുന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന സൗഹൃദങ്ങൾ എങ്ങനെയായിരിക്കും? ചെറിയ ശീലങ്ങൾ വലുതാവുകയല്ല, അവ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. അതാണ് അറ്റോമിക് ശീലങ്ങളുടെ ശക്തി. ചെറിയ മാറ്റങ്ങൾ, അവിശ്വസനീയമായ ഫലങ്ങൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം വായിച്ചു തീർന്നിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നേയുള്ള അധ്യായങ്ങളെല്ലാം കേട്ടു നോക്കൂ. എല്ലാ അധ്യായങ്ങളും ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നെ സിനീസ് ബുക്കിഷ് തോട്ട്സ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ അധ്യായങ്ങളും കേട്ട് അഭിപ്രായവും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.